നമസ്കാരം, എല്ലാവർക്കും ഓണാശംസകൾ. എല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലാണെന്നറിയാം. നമ്മൾ റീബോണും ഓണത്തിൻ്റെ തിരക്കും ആഘോഷത്തിലുമാണ്. എന്നിരുന്നാലും പറയാതിരിക്കാൻ വയ്യ, ഫിറ്റ്നസ്സിൽ കുറച്ച് വർക്കൗട്ടുമായി ഇന്ന് അപർണ റീബോൺ ജിമ്മിലെ ട്രെയിനറായിട്ടാണ് ഇവിടെ ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ വിശേഷം പറയുകയാണെങ്കിൽ ഞാൻ പ്രൊഫഷണൽ ഫിറ്റ്നസ് കോച്ചാണ്. ഞാനിപ്പോൾ റീബോൺ ജിമ്മിലാണ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഇന്ന് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സൂപ്പർ സ്ക്വാട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കോച്ച് അജിത്ത് പറയുന്നതാണ്. ഇന്ന് ഇവിടെ പെർഫോം ചെയ്യാൻ പോകുന്നത് സൂപ്പർ സ്ക്വാട്ടാണ്. അത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കോച്ച് അപർണയാണ്, റീബോൺ ജിമ്മിലെ ട്രെയിനറാണ്. അപ്പം ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് നമ്മളെ ബാക്ക് അധികം സ്ട്രെയിൻ ആവാതെ നമുക്ക് ഡീപ്പ് സ്ക്വാട്ട് ചെയ്യാനും പറ്റും. ഇതിൽ ക്വാഡ്രൈസെപ്സ്, ഹാംസ്ട്രിങ്സ്, ഗ്ലൂട്ട്സ് പോലത്തെ മസിലുകൾ വർക്ക് ചെയ്യുന്നതായിരിക്കും ഈ വർക്കൗട്ടിലൂടെ. അപ്പോൾ അതിപ്പം കോച്ച് അപർണയെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിച്ച് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കാണിച്ചു തരാം. ഈ എക്സസൈസ് ഹോൾഡ് ചെയ്യുക, ഹാൻഡിൽ ലിഫ്റ്റ് ചെയ്യുക, വെയിറ്റ് നമ്മൾ ലോക്ക് മാറ്റുക, പൊസിഷൻ ചെയ്യുക, ലെഗ് കുറച്ച് വൈഡ്. ഓക്കെ, ബ്രീത്ത് ഇൻ ചെയ്തിട്ട് ബ്രീത്ത് ഇൻ ചെയ്യുക, ഡൗൺ, സ്ക്വാട്ട്, അപ്പ്, ബ്രീത്ത് ഔട്ട്, അപ്പ്. ഇത് ചെയ്യുന്ന സമയത്ത് ക്വാഡ്രൈസെപ്സ് ടൈറ്റായിട്ട് വെച്ചേക്കുക. സ്ലോലി ഡൗൺ, ബ്രീത്ത് ഇൻ ചെയ്യുക, അതേപോലെ തന്നെ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഓക്കെ, ഒരു 5 to 10 റെപ്സ് ഇതിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കണം. 3 സെറ്റ്സ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മിനിമം. Two more, last one. ഓക്കെ, നമ്മൾ ലോക്ക് ചെയ്യുന്നതായിരിക്കും. ബാക്കി വരിക. ഇപ്പോൾ എല്ലാവരും കണ്ടു നമ്മൾ സൂപ്പർ സ്ക്വാട്ട് എങ്ങനെയാണ് പെർഫോം ചെയ്തതെന്ന്. അപ്പം ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് പെയിൻ ഉള്ളവർക്കോ അല്ലെങ്കിൽ നീ പെയിൻ ഉള്ളവർക്കോ പിന്നെ എല്ലാവർക്കും ചെയ്യാൻ ഈസി ആയിട്ടുള്ള ഒരു മെഷീനാണ്. പിന്നെ വെയ്റ്റ്സ് അവരോരോ കപ്പാസിറ്റി അനുസരിച്ചിട്ടുള്ള വെയ്റ്റ്സ് ഇടുക. ബാക്ക് പെയിനോ നീ പെയിനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളിവിടെ എസ്പെഷ്യലി ജിമ്മുകളിൽ, റീബോൺ ജിമ്മുകളിൽ ആണെങ്കിൽ നമ്മൾ ട്രെയിനർ ഇല്ലാതെ ഇത് പെർഫോം ചെയ്യാൻ സമ്മതിക്കത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സേഫ്റ്റി ഒരു ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്, ഇഞ്ചുറി വരാതിരിക്കാൻ വേണ്ടി. എൻ്റെ ഒരു സജഷൻ ആണെങ്കിൽ ഒരു ട്രെയിനറിൻ്റെ അണ്ടറിൽ മാത്രം ഇങ്ങനത്തെ മെഷീൻസ് പെർഫോം ചെയ്യാൻ നോക്കുക. നെക്സ്റ്റ് കണ്ടന്റുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.